ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം മനസ്സിലാകത്തില്ല. വലിയൊരു അന്നാക്കോണ്ടയാണ് ആ കിടക്കുന്നത്. അതേപോലെ തന്നെ പുലി, മയിൽ, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തെ നമ്മുടെ മൃഗശാലയിലാണുള്ളത്. രാജ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാല എന്ന് വേണം പറയാം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മൃഗശാല കൂടിയാണ് നമ്മുടെ തിരുവനന്തപുരം. ഇന്ന് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. രണ്ട് കരടി പോകുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് മൃഗങ്ങളുണ്ട്. കാരണം നമ്മൾ തൃശ്ശൂരിലെ ഒരു എപ്പിസോഡ് കഴിഞ്ഞ ഭാഗത്ത് ഇട്ടായിരുന്നു. അതിലും കൂടുതൽ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് മൃഗങ്ങളുള്ളതെന്ന് തോന്നുന്നു. ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ കാട്ടുപോത്തിനെ കാണാം. അതേപോലെ തന്നെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ കുരങ്ങൊക്കെ ഉണ്ട്. സിംഹവാലൻ കുരങ്ങ്, മറ്റേ മനുഷ്യക്കുരങ്ങ്, മറ്റേ ഹനുമാൻ കുരങ്ങ് എന്നൊക്കെ പറയുന്ന സാധനം. പക്ഷേ അതൊക്കെ അങ്ങ് മേളിലാണ്. നമുക്ക് താഴെ വരുമ്പോൾ അങ്ങനെ എല്ലാ സമയത്തും കാണണമെന്നില്ല. ചില ആൾക്കാർ വരുന്ന സമയത്തൊരു ലക്കാണ്. അവിടെ ഇങ്ങനെ ഇറങ്ങി വരുന്ന നിൽക്കുന്നതൊക്കെ കാണാം. പിന്നെ മാനൊക്കെ ഉണ്ട്. മാനൊക്കെ വ്യത്യസ്തമായ രീതിയിൽ പല വിഭാഗങ്ങളിൽ പെടുന്ന രീതിയിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാം. പുലിയുണ്ട്, പിന്നെ കടുവ. ഈ തിരുവനന്തപുരം മൃഗശാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെല്ലാം അതിൻ്റെ പക്ഷി മൃഗാദികൾ അതിൻ്റെ സ്വാഭാവിക ചുറ്റുപാടിൽ എങ്ങനെ ജീവിക്കുന്നു, അതിപ്പം കാട്ടിലെങ്ങനെയാണ് അത് അവിടെ ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനൊരു ഏരിയ അതേപടി ആ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ആ മൃഗങ്ങളെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രത്യേകതയാണ്. ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഒരു ഗുണമാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുകയും ചെയ്യാം. എല്ലാം നല്ല രസമാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടിങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടുപോകാനായിട്ട് മൃഗങ്ങളൊക്കെ ഒരുപാടുണ്ട്. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. പിന്നെ ഒരുപാട് മൃഗങ്ങൾ ചത്തുപോയിട്ടുമുണ്ട്. ഈ വരുന്ന സന്ദർശകർക്ക് അതൊരു അനുഭവം തന്നെയാണ്. ഇത് ഒട്ടകപ്പക്ഷിയാണ്. അപ്പോൾ അതിൻ്റെ മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കണ്ട പെലിക്കൻസ്, അതേപോലെ ദേശാടന പക്ഷികളെല്ലാം തന്നെയുണ്ട്. കണ്ടോ. അപ്പോൾ അതിന് എല്ലാം വേണ്ട ആ ഒരു സ്വാഭാവിക ചുറ്റുപാടിൽ തന്നെ ഇതിനെല്ലാം ഇട്ടിരിക്കുന്നു എന്നുള്ള. ഇപ്പോൾ ഒരു ഗ്ലാസ്സാണ്, ഗ്ലാസിൻ്റെ അപ്പുറത്താണ് ഇതെല്ലാം. അതിന് വേണ്ട കാഴ്ചകളെല്ലാം നമുക്ക് വളരെ ഭംഗിയാണ്. ഇതെല്ലാം നേരെ കാണാം, നല്ല ക്ലിയർ ആയിട്ട് തന്നെ എല്ലാം വിസിബിളായിട്ട് തന്നെ കാണാം. കണ്ടോ, അതിൻ്റെ പക്ഷി അല്ലെങ്കിൽ വൈകിട്ട് അത് ചേക്കേറുന്ന ആ ഒരു സിറ്റുവേഷൻ അവിടെ നമുക്ക് കാണാം. പാലങ്ങൾ, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പല സ്ഥലത്തായിട്ട് മാനുകളെയൊക്കെ കാണാം. പല വെറൈറ്റി മാനുകളൊക്കെ ഉണ്ട് അല്ലേ. അതിനെ എല്ലാം നമുക്കവിടെ കാണാം. ഇത് പപ്പടമരം, ഇതൊക്കെ ആദ്യമായിട്ട് കാണുക. ഇത് എന്താ നോക്കി കഴിഞ്ഞാൽ പപ്പടം പോലെയൊക്കെ അതിൻ്റെ ഇല വന്നിരിക്കുന്നത് എന്നൊക്കെ തോന്നുന്നു. എന്തായാലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മൂങ്ങ കണ്ടോ. അപ്പോൾ ഇത് ചെറിയ ഗ്രില്ലായതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല. എങ്കിലും കുറച്ചുകൂടെയൊക്കെ അടുത്ത് നിന്ന് കഴിഞ്ഞ് നമുക്ക് നേരിട്ട് വന്നു കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ വേണ്ട കാണ്ടാമൃഗം, ഇതുമൊക്കെ പല ടൈപ്പ് അവിടെ നമുക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട് നിന്ന് സന്ദർശിക്കാനും വളരെ അടുത്ത് നിന്ന് കണ്ടറിയാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പുള്ളി ഇതൊക്കെ വന്നപ്പോൾ മുതൽ ഉറക്കമാണ്, ആക്റ്റീവ് അല്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതിലൂടെ ഒരുപാട് മൃഗങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സൂവിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യമേ വലത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം കാട്ടുപോത്തും. അതുപോലെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഇടയ്ക്കൊന്ന് കണ്ടിരുന്നു, അത് മറ്റേ സിംഹവാലൻ കുരങ്ങാന്ന് തോന്നുന്നു. പക്ഷെ അതൊക്കെ മേളിലൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ കുറേ വെയിലൊക്കെ കാരണം അങ്ങ് അറ്റത്തൊക്കെയാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ അതൊന്നും അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഒട്ടകപ്പക്ഷിയൊക്കെ കറക്റ്റായിട്ട് വന്നു. ഒരു ഫീമെയിലും മെയിലും ഇവിടെ കിടപ്പുണ്ട്. അതിങ്ങനെ ഓടുന്ന കാണാനൊക്കെ നല്ല രസമാണ്. ഇടയ്ക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വട്ടം കിടന്ന് ഓടും. അതിൻ്റെയൊക്കെ സ്വാഭാവിക ചുറ്റുപാടും കാര്യങ്ങളും അതിൻ്റെ ആ ഒരു ഫിഗറും എല്ലാം നമുക്ക് വളരെ അടുത്ത് നിന്ന് ആസ്വദിക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണമൊക്കെ. പിന്നെ ബാക്കിയുള്ള കുറേ പക്ഷികളുടെ കാര്യങ്ങളുമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാണ്ടാമൃഗത്തിൻ്റെ വീഡിയോ നമ്മൾ എടുക്കാനായിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു. കാരണം ഇത് ഈ തണലത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. മൊബൈലിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും കാണാൻ പറ്റത്തില്ല. അപ്പം നല്ല ക്യാമറ ഉണ്ടെങ്കിൽ സൂം ചെയ്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടും. ഈ വെയിലടിച്ച് കഴിഞ്ഞാൽ ആ ഷെയ്ഡ് കൂടെ കയറി വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്ത് റൈനോസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ എടുത്തു. പിന്നെ ഇത് നമ്മുടെ കരടി പിന്നെ അങ്ങ് അറ്റത്താണ്. നമ്മൾ കുറേ കയറി ചെല്ലുമ്പം അങ്ങ് അറ്റത്തായിട്ട് നമുക്ക് കാണാം. 2 കരടിയുണ്ട്. എനിക്കൊന്ന് മെയിലും ഫീമെയിലും ആണെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഇളക്കി മറിച്ച് കുറച്ച് നേരമൊക്കെ ക്ഷീണിതനായിട്ട് ദാണ്ട് ഇവിടെ വന്ന് വിശ്രമിക്കുന്നതൊക്കെ കാണാം. പിന്നെ ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ പക്ഷികളുടെ സെക്ഷനിലായിട്ടാണ് വരുന്നത്. ചീങ്കണ്ണിയുണ്ട്. ചീങ്കണ്ണി, അതുപോലെ അതിൻ്റെ കുറച്ച് ബേഡ്സ് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുമൊക്കെ നമുക്ക് കാണാം. പിന്നെ വൈൽഡ് ഡക്ക്, ഇങ്ങനെയുള്ളതൊക്കെ ചെറിയ ഗ്രില്ലിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല. പിന്നെ ഗ്രേ പാരറ്റ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ പക്ഷികളുടെ സെക്ഷൻ്റെ അകത്താണ് ഇപ്പം നിൽക്കുന്നത്. പല സെക്ഷൻ അവിടെയുണ്ട്. ഉരകങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മരങ്ങളുടെ കുറേ ഇത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പക്ഷികളുടെ സെക്ഷൻ്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്.
അവിടെ ഒരു ഇപ്പം നമ്മൾ കണ്ടില്ലേ ഗ്ലാസിൻ്റെ അകത്ത് പക്ഷികളാണോ എന്താണോ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം അവിടെ ചെന്നിട്ട് നമ്മളിങ്ങനെ നോക്കണം കുറേ നേരം. ഈ വെയിലൊക്കെ ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒന്നും കണ്ട് കാണില്ല അവിടെ, ഒന്നുമില്ലായിരുന്നു. ഇനി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ താണ്ട അവിടെ പെലിക്കൻസ് അങ്ങനെയുള്ള പക്ഷികളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ പക്ഷികളൊക്കെ മേളിൽ കയറി ഇരുന്നിട്ട് ഒന്നും കാണാൻ പോലും മേല. പിന്നെ നല്ല ജൈവ വൈവിധ്യം സൃഷ്ടിച്ചിരിക്കുന്നില്ല. എനിക്ക് തോന്നുന്ന ഇല്ലികളൊക്കെ ഇല്ലേ, പച്ച ഇല്ലികൾ, അതിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന നല്ല തണലാണ്. പിന്നെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ നമുക്ക് വിശക്കുമല്ലോ. അപ്പോൾ അതിന് ചെറിയ ലഘു ഭക്ഷണശാലകളൊക്കെ ഇവിടെയുണ്ട്. ചെറിയൊരു സ്നാക്സും ചായയൊക്കെ കുടിക്കണമെങ്കിൽ അവിടെ നമുക്ക് അതിനുള്ള ഇതുണ്ട്. പിന്നെ ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, മസാല ദോശയൊക്കെ ഉണ്ട്, ബിരിയാണി കിട്ടുന്ന സ്ഥലവും ഉണ്ട്. അവിടെ ഇപ്പോൾ എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെയാണ് മാംസബുക്കുകളുടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നത്. അപ്പോൾ ചീറ്റപ്പുലി കിടപ്പുണ്ട്, കടുവയുണ്ട്, അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. വെള്ളക്കടുവ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെയൊന്നും അങ്ങോട്ട് നമുക്ക് അത്ര ഷെയ്ഡ് അടിക്കുന്ന കാരണം സൂം ചെയ്ത് എടുക്കാനൊന്നും പറ്റിയില്ല. അതൊക്കെ അങ്ങ് അറ്റത്താണ്. വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നെങ്കിലേ ഉള്ളൂ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെയുള്ള ഉരകങ്ങളാണ്, പാമ്പുകളുടെ ഒരു ഷെൽട്ടർ താണ്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ അന്നാക്കോണ്ട, ഇവിടെ ഏറ്റവും പുതിയതായിട്ട് പറയാനുള്ള അന്നാക്കോണ്ടയാണ് ഇവിടെ 2 എണ്ണം വന്ന് കിടക്കുന്നത്. ഇപ്പോൾ എന്തോ ഇര എടുത്തിട്ട് അളിയും താണ്ട മിണ്ടാതെ ഇങ്ങനെ കിടപ്പുണ്ട് അവിടെ. ഇത് കണ്ടത് ഗ്ലാസും കൂട്ടിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഈ ഉരകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ ഷെൽട്ടറിൻ്റെ അകത്തേക്ക് നമ്മൾ ഒറ്റയ്ക്ക് വന്നാൽ ആദ്യം ഒരു ചെറിയ പേജ് വരുമ്പോൾ നമുക്കൊരു പേടി സൃഷ്ടിക്കുന്ന രീതിയിലാണ്. കാരണം മൊത്തം പാമ്പ് നമുക്ക് വെളിയിലുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടെ പിള്ളേർ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന കുറേ പിള്ളേരൊക്കെ ഉണ്ട്. അവരുടെ കൂടെ നിന്ന് നമുക്ക് ചില കൗണ്ടറുകളൊക്കെ കേൾക്കാം. ഒരുത്തൻ മറ്റവനോട് പറയുന്നത്, എടാ നീ കൈയിട്ട് നോക്കുക, നമുക്ക് പാമ്പിന് അനക്കമുണ്ടോ അതോ അന്നാക്കൊണ്ട് തന്നെയാണോ എന്ന് അറിയാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കൗണ്ടറുകളൊക്കെ വന്നെന്നിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ചിലവരൊക്കെ വന്നു കഴിഞ്ഞാൽ ചുമ്മാ ചാടി അതിൻ്റെ അകത്ത് കൈയിടാനൊക്കെ നോക്കും. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. എന്തായാലും ഇത് കണ്ടോ, ഇവിടെ എന്തോ ഇര എടുത്തിട്ടാണ് അളിയൻ കിടക്കുന്നത്. ഇവിടെ 2 എണ്ണം ഉണ്ട് കേട്ടോ, ഒരു വലുതും ഉണ്ട് ഒരു ചെറുതും ഉണ്ട്. രണ്ടിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഉരകങ്ങളുടെ സെക്ഷനിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് അന്നാക്കോണ്ട തന്നെയാണ്. അതിനെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ ആ സെക്ഷനിൽ ഇങ്ങനെ തടിച്ചുകൂടി നിൽപ്പുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ മറ്റു പാമ്പുകളൂടെ ഉണ്ട് കേട്ടോ. കാരണം രാജവെമ്പാല, വെള്ളിക്കെട്ടൻ, പല സ്ഥലങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്ന പാമ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ആമയൊക്കെ ഇത് കണ്ടോ, ഇവിടെ കിടപ്പുണ്ട് 4-5 എണ്ണം. പിന്നെ ബട്ടർഫ്ലൈ പാർക്കെന്നും പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയാൽ അവിടെ കാണാം. പക്ഷെ അങ്ങോട്ട് കയറിയില്ല. അവിടെ അങ്ങനെ ബട്ടർഫ്ലൈസൊക്കെ ഏതെങ്കിലും സമയത്ത് ഒരു സ്ഥലത്ത് അങ്ങ് പോയാലൊക്കെ കാണത്തും. അപ്പം ഇത് കണ്ടു തീർക്കണേ തന്നെ ഒരു ദിവസം വേണം, അതേപോലെ ഏരിയയാണ്. അപ്പോൾ ഇങ്ങോട്ട് മാറി നീലക്കാളയെന്നും പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിക്കുറിപ്പും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ. അങ്ങനെയുള്ള മൃഗമാണ്. അത് ഒരുപാടുണ്ട്. ഒറ്റ പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങൾ വരെയൊക്കെ കാണുന്ന ഒരു മൃഗമാണ് നീലക്കാളയെന്ന് പറയുന്നൊരു വിഭാഗം. പിന്നെ നമുക്ക് കുറച്ച് പക്ഷികൾ വേറെ വരുന്നുണ്ട്. ഇപ്പോൾ കുന്തിരിക്കം ആദ്യമായിട്ട് കാണുവാണ്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ കുന്തിരിക്കം കാണുന്നത്. ഇത്രയും നാളും കുന്തിരിക്കം എന്ന് പറയുന്നൊരു സംഭവം, മരം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അതിലുണ്ടായി കിടക്കുന്നതൊക്കെ കാണാം. പിന്നെ മഹാഗണി അങ്ങനെയുള്ള മരങ്ങളും എല്ലാം ഉണ്ട്. അതായത് ഔഷധ സസ്യങ്ങൾ, ജൈവ വൈവിധ്യം പൂർണ്ണമായിട്ടും കാടിൻ്റെ മനോഹാരിത നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു അതെല്ലാം ഇവിടെ പൂർണ്ണമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ എല്ലാം. നല്ല എന്താ പറയുക, പെർഫെക്ഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ മൃഗശാലയ്ക്കകത്തുള്ള കാര്യങ്ങളാണ് കണ്ടതെങ്കിൽ ഇനി മൃഗശാലയിലേക്ക് എങ്ങനെ ഒരു എൻട്രൻസ്, അതിൻ്റെ ഒരു എൻട്രൻസ് പോയിൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെയാണ് കയറുന്നത്. ആദ്യം നമ്മൾ കണ്ടോ, ഇത് വിശാലമായ അങ്ങ് കിടക്കുവാണ്. അപ്പോൾ ഇവിടെ നേപ്പിയർ മ്യൂസിയം ഉണ്ട്. നമ്മൾ കയറിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇതേപോലെ കുറേ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന പ്രദേശങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നേപ്പിയർ മ്യൂസിയമാണ്. പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് യാത്ര മുന്നോട്ട് പോയതിന് ശേഷം ലാസ്റ്റ് ആയിരിക്കും നമുക്ക് മൃഗശാല വരുന്നത്. അവിടെ അലങ്കാര മത്സ്യ പ്രദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്താണ് സൂ വരുന്നത്. ഇവിടെ വന്ന് കണ്ടോ, തടിയിലൊക്കെ ഒരു മൃഗശാല അല്ലെങ്കിൽ സൂം ഹിന്ദിയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്ക് പോകുന്നത്. ആ കാണുന്നതാണ് നമ്മൾ മൃഗശാലയിലേക്കുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കയറി വന്നത് മറ്റേ ഏറ്റവും ആദ്യത്തെ ഫ്രണ്ടേജിൽ നിന്ന് കയറി ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് മൃഗശാല. അവിടുന്ന് നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കുക. അപ്പം ക്യാമറയ്ക്ക് സ്റ്റിൽസ് ക്യാമറ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി അതിനൊരു സെപ്പറേറ്റ് ഒരു ചെറിയ ചാർജ് ഉണ്ട്. അതൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ അവിടെ കാണിച്ച് അത് ഒരു പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അകത്തോട്ട് കയറ്റി വിടുന്നത്.
അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതാണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി അവിടെ ഒരു ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും ഒക്കെ കാണാം, അവരെ കൊടുത്ത് ശേഷമാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ